മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ തീരത്ത് യാത്രക്കാരുമായി പോയ ബോട്ട് കടലിൽ മുങ്ങി 3 നാവികസേനാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും എലിഫന്റ് കേവിലേക്ക് പോയ നീൽക്കമൽ എന്ന ബോട്ടാണ് മുങ്ങിയത്. 90-ലധികം പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വീരുകളുമായി നന്ദഗോപൻ ചേരുകയാണ്. 13 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഈ തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ്, ഇന്ന് വൈകിട്ട് 3:55 ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും എലഫന്റോ ദ്വീപിലേക്ക് പോയ നീൽക്കമൽ എന്ന ബോട്ടിലേക്ക് നാവികസേനയുടെ ഒരു സ്പീഡ് ബോട്ട് ഇടിച്ചു കയറുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ നാവികസേന ബോട്ടിൽ നാവികസേന ഉദ്യോഗസ്ഥരെ കൂടാതെ ഈ നാവികസേനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട എഞ്ചിൻ, ആ ബോട്ടിൽ ഘടിപ്പിച്ച എഞ്ചിൻ നൽകിയ കമ്പനിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതിലുണ്ടായിരുന്നു. അങ്ങനെ 6 പേരായിരുന്നു അതിൽ യാത്ര ചെയ്തിരുന്നത്. വളരെ അപ്രതീക്ഷിതമായി ബോട്ട് ഈ നീൽക്കമൽ എന്ന് പറയുന്ന യാത്രാ ബോട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നാവികസേന നൽകുന്ന വിശദീകരണം അനുസരിച്ച് പുതുതായി വാങ്ങിയ എഞ്ചിൻ ടെസ്റ്റ് ചെയ്യുന്നതിനിടയിലാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. ഇതുമായി ഫുൾ സ്പീഡിൽ ഈ എഞ്ചിൻ പരീക്ഷിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി എഞ്ചിൻ ചില തകരാറ് കാണിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ത്രോട്ടിൽ അത് സ്റ്റക്കാകുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും നാവികസേന നൽകുന്ന വിശദീകരണം. അങ്ങനെ സ്പീഡ് കുറയ്ക്കാനാകാതെ വളരെ വേഗത്തിൽ തന്നെ ഈ ബോട്ട് ഈ യാത്രക്കാരുമായി പോയിരുന്ന ബോട്ടിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. 101 പേരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ രക്ഷപ്പെടുത്തിയിൽ അധികവും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നവരായിരുന്നു. അതേപോലെ തന്നെ നിലവിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട സെർച്ച് ഓപ്പറേഷനുകൾ തുടരുകയാണ്. നിരവധി ആൾക്കാരെ കാണാനുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. 13 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അതിൽ 10 പേർ യാത്രക്കാരാണ്, 3 പേർ നാവികസേന ഉദ്യോഗസ്ഥരാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. നിലവിൽ നേവിയുടെ 4 ഹെലികോപ്റ്ററുകളും അതേപോലെ തന്നെ 11 എയർക്രാഫ്റ്റുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടപടികൾ തുടരുകയാണ്. ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ മിഷണറീസുകൾ ഒക്കെ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ 101 പേരെ ഈ രക്ഷപ്പെടുത്തി അവരെ വിവിധ ആശുപത്രികളിലും മറ്റും ചികിത്സയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നാവികസേന ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനുശേഷം മാത്രമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്ന് വ്യക്തമാകുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു അപകടത്തിലേക്ക് നയിച്ച കാരണം അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രമാണെങ്കിലും നാവികസേനയുടെ ഭാഗത്തിനടക്കം കൃത്യമായ രീതിയിലുള്ള ഒരു വിലയിരുത്തലും പരിശോധനയും ഉണ്ടാകുമല്ലേ? തീർച്ചയായിട്ടും നാവികസേന ഇതിനോടകം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ നാവികസേനയ്ക്ക് വ്യക്തമായത് ഇങ്ങനെയാണ്. അതായത് പുതിയ എഞ്ചിനുകൾ പുതിയൊരു കമ്പനിയിൽ നിന്നും നാവികസേന വാങ്ങിച്ചു. ആ എഞ്ചിനുകൾ പരീക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തുന്ന ആ ഒരു സമയത്താണ് ഇത്തരമൊരു അപകടമുണ്ടായത്. മുഴുവൻ സ്പീഡിലും ഈ ബോട്ട് പ്രവർത്തിപ്പിച്ചു വരികയായിരുന്നു. എന്നാൽ പിന്നീട് ഈ ബോട്ടിന്റെ സ്പീഡ് കുറയ്ക്കാൻ സാധിച്ചില്ല. അത് പെട്ടെന്ന് അതിന്റെ ത്രോട്ടിൽ സ്റ്റക്കായി. അങ്ങനെ മുഴുവൻ സ്പീഡിൽ, ഫുൾ സ്പീഡിൽ വന്നിട്ട് ഈ യാത്രാ ബോട്ടിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. 3 നാവികസേന ഉദ്യോഗസ്ഥരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 10 മറ്റ് യാത്രക്കാരും മരണപ്പെട്ടതായിട്ട് വ്യക്തമാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചികിത്സയിൽ 101 പേർ അവരെ രക്ഷിച്ച് അവരെ ചികിത്സയിൽ തുടരുകയാണ്. ഈ ചികിത്സയിലുള്ളവർക്ക് മികച്ച ചികിത്സ തന്നെ നൽകുവാൻ വേണ്ടി ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സഹായങ്ങളും ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 4 ഹെലികോപ്റ്ററുകളും അതേപോലെ തന്നെ 11 എയർക്രാഫ്റ്റുകളും ഉപയോഗിച്ച് നിലവിൽ ഇപ്പോൾ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും തുടരുകയാണ്. സുരേഷ്, നന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ തീരത്താണ് യാത്രക്കാരുമായി പോയ ബോട്ട് കടലിൽ മുങ്ങി. ഇത്തരത്തിലുള്ളൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നതിന് 3 നാവികസേന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് 13 പേർ മരിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3:50 ഈ ഒരു അപകടമുണ്ടായത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരെ ജീവനോട് രക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് നാവികസേനയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഒക്കെയും ഇപ്പോഴും ഊർജിതമായി പ്രവർത്തിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും കാണാതായവർക്ക് വേണ്ടി ഊർജിതമായി തന്നെ തിരച്ചിൽ തുടരുകയാണ്. അവരെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഇതിനോടകം തന്നെ അനുകൂലമായ ഒരു കാലാവസ്ഥയല്ല, വെളിച്ചം നഷ്ടമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. എങ്കിലും ഈ മേഖലയിലേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 4 ഹെലികോപ്റ്ററുകളും അതേപോലെ തന്നെ വിമാനങ്ങളും 11 വിമാനങ്ങളും ഈ സെർച്ച് ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും ഇന്ത്യൻ നേവിയുടെയും ഷിപ്പുകൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഇപ്പോഴും പരിശോധന നടത്തി വരികയാണ്.
വരികയാണ്. ഇവിടേക്ക് വെളിച്ചം അടക്കം കൃത്യമായി തന്നെ എത്തിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട സെർച്ച് ഓപ്പറേഷൻ ഉണ്ടാകരുത് എന്നുള്ളതാണ് സർക്കാർ പ്രത്യേകമായി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആവശ്യമെങ്കിൽ കൂടുതൽ മിഷണറികളും അല്ലെങ്കിൽ കൂടുതൽ സഹായങ്ങൾ പുറത്തുനിന്നും ആവശ്യമെങ്കിൽ കൊണ്ടുവരുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും അത്തരം ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് നേവി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നേവിയുടെ പക്കലുള്ള സജ്ജീകരണങ്ങൾ കൊണ്ട് തിരച്ചിൽ നടപടികൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നേവി വൃത്തങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇതിനോടകം തന്നെ അനുവദിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ചികിത്സയിലുള്ളവർക്ക് മികച്ച ചികിത്സ നൽകുവാൻ വേണ്ടി നിർദ്ദേശം നൽകി കഴിഞ്ഞു. നാവികസേന ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. നേരത്തെ നാവികസേന നൽകിയ വിശദീകരണം ഞാൻ വ്യക്തമാക്കിയിരുന്നു. അതായത് ഇത് ആകസ്മികമായ ഒരു അപകടമാണ്. ഒരു എഞ്ചിൻ നടത്തിയ പരീക്ഷണത്തിൽ അല്ലെങ്കിൽ പുതിയൊരു എഞ്ചിൻ മറ്റൊരു കമ്പനിയിൽ നിന്നും വാങ്ങിയപ്പോൾ അതിൽ നടത്തിയ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ട്രയൽ ആയിരുന്നു ഇത്തരമൊരു വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. 13 പേരുടെ ജീവൻ നഷ്ടമാകാൻ ഇടയായതും അത്തരമൊരു സംഭവമാണ്. ഏതാണ്ട് ഉൾക്കടലിലാണ് ഇത്തരമൊരു സംഭവമുണ്ടായത്. സാധാരണഗതിയിൽ അവിടേക്ക് ഈ യാത്രാ ബോട്ടുകൾ എത്താറില്ല. അതേസമയം തന്നെ ഈ ബോട്ട് മുഴുവൻ സ്പീഡിലും അതിന്റെ മുഴുവൻ സ്പീഡും ഉപയോഗിച്ചായിരുന്നു ഈ ബോട്ടിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ഈ സ്പീഡ് കുറയ്ക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഇത് ദിശ മാറി അല്ലെങ്കിൽ ദിശ തെറ്റി ഈ യാത്രാ ബോട്ട് സഞ്ചരിച്ചിരുന്ന സ്ഥലത്തേക്ക് എത്തിയാണ് ഈ യാത്രക്കാരുമായി പോയിരുന്ന ബോട്ടിലേക്ക് ഇടിച്ചു കയറുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. വളരെ സ്പീഡിൽ ഈ ബോട്ടിന് സമീപത്തേക്ക് പാഞ്ഞെടുക്കുന്ന ആ സ്പീഡ് ബോട്ടിന്റെ നേവിയുടെ സ്പീഡ് ബോട്ടിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. വളരെ ഭയാനകമായ ഒരു കാഴ്ചയാണ്. 13 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ 3 നേവൽ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. അതേസമയം മരണസംഖ്യ ഇനി ഉയർന്നേക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷേ ഈ നന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ആഴക്കടലിലാണ് ഈ ഉൾക്കടലിലാണ് ഈ ഒരു ദുരന്തമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ ഈ 13 പേരുടെ ജീവൻ പൊലിയുന്ന ഒരു അത്യാഹിതത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതില്ലേ. കാരണം അതിവേഗതയിലായിരുന്നു ഈ ബോട്ടിന്റെ സഞ്ചാരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു കമ്പനിയുടെ എൻജിൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി വന്ന ഒരു പിഴവായിരിക്കാം ഇതിലേക്ക് നയിച്ചത് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പ്രാഥമികമായി ആദ്യഘട്ടത്തിൽ ഉയരുന്നത് അല്ലേ. പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായത് ഇത് സാങ്കേതിക തകരാർ തന്നെയാണെന്നുള്ളതാണ്. ആ എഞ്ചിനിൽ ഉണ്ടായ ഒരു തകരാറാണ്. ആ ത്രോട്ടിൽ അത് പിന്നീട് കുറയ്ക്കാൻ കഴിയാത്തത് മൂലമാണ് ഇങ്ങനെ ഇത്തരമൊരു അപകടത്തിലേക്ക് വലിയ ദുരന്തത്തിലേക്ക് വഴി നയിച്ചത്. അതായത് മുഴുവൻ സ്പീഡും ഉപയോഗിച്ച് ഈ പുതിയ വാങ്ങിയ എഞ്ചിൻ സ്പീഡ് ബോട്ടിൽ ഘടിപ്പിച്ച് പരീക്ഷണം നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അതിന്റെ സ്പീഡ് കുറയ്ക്കാൻ കഴിയാതായതോടുകൂടി ദിശ തെറ്റിയാണ് ഈ യാത്രാ ബോട്ടിലേക്ക് ഈ നേവിയുടെ സ്പീഡ് ബോട്ട് ഇടിച്ചു കയറുന്നത്. നേവിയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു അത്തരം പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. അതേസമയം ഇത്തരമൊരു യന്ത്ര തകരാറാണ് ഇങ്ങനൊരു അപകടത്തിലേക്ക് വഴിവെച്ചത്. ഈ ബോട്ട് യാത്രക്കാരുമായി പോയിരുന്ന ബോട്ട് അതിൽ വലിയ 100-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. നിലവിൽ 101 പേരെ രക്ഷിച്ചു. 13 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അതിൽ 3 പേർ നേവൽ ഉദ്യോഗസ്ഥരാണ്. ഏതാണ്ട് 110-ലധികം ആൾക്കാർ ആ ഒരു യാത്രാ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ തീരത്ത് യാത്രക്കാരുമായി പോയ ബോട്ട് കടലിൽ മുങ്ങിയാണ് 3 നാവികസേന ഉദ്യോഗസ്ഥരുൾപ്പെടെ 13 പേർ മരിച്ചത്. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും എലിഫന്റ് കേവിലേക്ക് പോയ നീൽക്കമൽ എന്ന ബോട്ടാണ് മുങ്ങിയത്. 100-ലധികം പേരെ ഇതിനകം രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.